ഈ ആഴ്ചയിലെ ആദ്യത്തെ കത്ത് MK ഹസൻകുട്ടി മുഴുവഞ്ചേരിയിൽ നിന്നുമാണ് എഴുതിയിരിക്കുന്നത്. 18 വയസ്സായ മകന് സംസാരത്തിൽ വിക്കുണ്ട്. അത് മാറാൻ എന്തു ചെയ്യണം? മഫാസ് 5-ാം ഭാഗത്തിൽ സംസാരം ശരിയാകാനും വിക്ക് മാറാനുമുള്ള ദുആ കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകം വാങ്ങിയാൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഷരീഫിന്റെ ബർക്കത്ത് കൊണ്ട് വിക്ക് മാറി നല്ല ഫ്ലുവൻ്റായ സംസാരം തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. തമ്മനത്തു നിന്നും ഷബന അനസ് എന്ന സഹോദരി എഴുതിയിരിക്കുന്നു. 6-ാം മാസം ജീവന്റെ ലക്ഷണമില്ലാതെ പ്രസവിച്ച കുട്ടി സ്വർഗത്തിൽ പോകുമോ? മഹ്ശറയിൽ ഈ കുട്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ഹജ്ജാകുമോ? ഇതൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. സ്വർഗത്തിലാണെന്ന് തന്നെ നമ്മൾ വിചാരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടികൾക്ക് അവൻ്റെ വിശാലമായ കാരുണ്യം കൊണ്ട് സ്വർഗം നൽകും, നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുമെന്ന് കരുതുക. ഇതൊക്കെ റബ്ബിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അടുത്ത കത്ത് 2 നോമ്പ് കാലത്തും നോമ്പ് പിടിച്ചുകൊണ്ട് എൻ്റെ ഉമ്മ പണിക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. പിന്നീട് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നു. എന്താണ് ഇതിനൊരു പ്രതിവിധി? ഹലീമ കുഞ്ഞുമൊയ്തീൻ മൂവാറ്റുപുഴയിൽ നിന്നും ചോദിച്ചിരിക്കുന്നു. ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക, പറ്റിപ്പോയതിൽ ഖേദിക്കുക. ഇതൊക്കെ തന്നെയാണ് ഇതിനുള്ള പരിഹാരം. അടുത്ത കത്ത് മുളവൂരിൽ നിന്നും ഒരു സഹോദരിയാണ് എഴുതിയിരിക്കുന്നത്. റംസാനിൽ മരിച്ചാൽ സ്വർഗം ലഭിക്കുമല്ലോ, അതുപോലെ റംസാനിലെ ജനനത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നല്ല സമയത്തുള്ള മരണം നല്ലതായതുപോലെ നല്ല സമയങ്ങളിലുള്ള ജനനവും ഉത്തമം തന്നെയാണ്. അതിൻ്റെ ബർക്കത്ത് തീർച്ചയായും അവർക്ക് ലഭിക്കുന്നതാണ്. അടുത്ത കത്ത് സെമീറ KP മൂടാടി നോർത്തിൽ നിന്നും എഴുതിയിരിക്കുന്നു. ഭാര്യ അറിയാതെ ഭർത്താവ് മൊഴി ചൊല്ലിയാൽ അത് അംഗീകരിക്കണമോ? ത്വലാഖ് അംഗീകരിക്കണം. മാത്രമല്ല ഇതുപോലെ തിരിച്ചങ്ങോട്ട് ഫസഖ് ചെയ്യാനുള്ള അവകാശവും ഭാര്യയ്ക്കുണ്ടെന്നറിയണം. ഭാര്യയോടുള്ള കടമ നിറവേറ്റാത്ത ഭർത്താവിനെ ഒഴിവാക്കുവാൻ, ഫസഖ് ചെയ്യുവാൻ ഭാര്യയ്ക്കും അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കണം. എൻ്റെ ഭർത്താവ് 2 വർഷമായി ഒരു കട എടുത്തിട്ട് ലൈസൻസ് കിട്ടാതെ വിഷമിച്ചപ്പോൾ ഞാൻ ഉസ്താദിന് കത്തെഴുതിയിരുന്നു. ഉസ്താദ് പറഞ്ഞ പ്രകാരം ദിവസം ഓതിയപ്പോൾ റബ്ബിൻ്റെ കാരുണ്യത്താൽ ലൈസൻസ് കിട്ടി. ഈ വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നു. താഹിറ മൊയ്തൂട്ടി കുറ്റിപ്പുറത്തയിൽ നിന്നും. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് കിട്ടിയ ലൈസൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ. അപകടങ്ങളില്ലാതെ, ആപത്തുകളില്ലാതെ വാഹനം ഓടിക്കുവാൻ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിൻ്റെ കലാമിൻ്റെ മഹത്വം കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ സാധിക്കുമെന്ന് ഉറപ്പിക്കുക. അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അടുത്ത കത്ത് കൊച്ചമ്മദ് പാനായിക്കുളത്ത് നിന്നും എഴുതിയിരിക്കുന്നു. ഭർത്താവ് മരിച്ചതിൻ്റെ പിറ്റേ ദിവസം അയാളുടെ വിധവയെ അയൽക്കാരനായ ഒരു യുവാവ് നിക്കാഹ് ചെയ്തു. ഇത് സഹീഹാകുമോ? ഒരു കാരണവശാലും ഈ നിക്കാഹ് സ്വഹീഹാകുന്നതല്ല, തികച്ചും തെറ്റാണത്, അനുവദനീയമല്ല. അടുത്ത കത്ത് സോഫിയ നാസർ പറക്കോട്ട് നിന്നും ചോദിച്ചിരിക്കുന്നു. തിലാവത്തിൻ്റെ സുജൂദിൽ എന്താണ് പറയേണ്ടത്? സമയല്ലാ പറയണോ? അൽ മഫാസ് 3-ാം ഭാഗത്തിൽ തിലാവത്തിൻ്റെ സുജൂദിനെ കുറിച്ച് വളരെ വിശദമായി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് ആ കാര്യങ്ങളും മസ്അലകളും ഓതേണ്ടതുമെല്ലാം മനസ്സിലാക്കുക. ഒറ്റപ്പാലത്ത് നിന്നും ഷഹീർ എന്ന സഹോദരൻ എഴുതിയിരിക്കുന്നു. വീട്ടിൽ എലിശല്യം വളരെ കൂടുതലാണ്, അതിന് എന്തെങ്കിലും ദുആ ഉണ്ടോ? 10 രൂപയുടെ സ്റ്റാമ്പും നിങ്ങളുടെ അഡ്രസ് എഴുതിയ കവറും വെച്ച് കത്തയക്കുക. കാരണം ഇതിനുള്ള ദുആ കുറച്ച് ദീർഘമാണ്. ഇൻഷാ അല്ലാഹ് അയച്ചു തരുന്നതാണ്. അടുത്ത കത്ത് മലപ്പുറത്ത് നിന്നും ഒരു സഹോദരിയാണ് ചോദിച്ചിരിക്കുന്നത്. ഭർത്താവിൻ്റെ മാതാപിതാക്കൾ ഭാര്യയെയും മക്കളെയും ദ്രോഹിക്കുന്നു. മാതാപിതാക്കളുടെ കോപം ഭയന്ന് ഭർത്താവ് പ്രതികരിക്കുന്നില്ല. ഭാര്യാമക്കളുടെ സംരക്ഷണം ഭർത്താവിൻ്റെ ബാധ്യതയല്ലേ? ഭർത്താവ് എന്ന ഇടനിലക്കാരൻ ശരിക്കും ബുദ്ധിമുട്ടുന്ന ഒരു സന്ദർഭമാണിത്. ഭാര്യയോടുള്ള കടമ അവൻ നിറവേറ്റണം, അതോടൊപ്പം മാതാപിതാക്കളുടെ ബാധ്യതയും നിറവേറ്റണം. വളരെ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടുപേരെയും പിണക്കാതെ, എന്നാൽ രണ്ടുപേരോടുമുള്ള കടമകൾ പൂർണ്ണമായി നിർവഹിച്ച് ശ്രദ്ധിക്കുക. ഒരല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ച് രണ്ടുപേരോടുള്ള ഹക്കുകളും കടമകളും ബാധ്യതകളും നിറവേറ്റുക. പീരായിരി എന്ന സ്ഥലത്തു നിന്നും റാഷിദ നാസർ എഴുതിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ ഉസ്താദ് പറഞ്ഞു തന്ന ദിക്കറുകളുടെ മഹത്വം കൊണ്ട്
ഒരിക്കലും നടക്കുകയില്ല എന്ന് കരുതിയിരുന്ന ഒരു കാര്യം നടന്നു. ഒരു എഗ്രിമെൻ്റ് കാര്യമാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉസ്താദ് എന്നും നിറഞ്ഞു നിൽക്കും. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച ദിക്റുകൾ, ഖിയാസിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ച ദുആക്കളൊക്കെ ഓതി ഒരുപാട് പ്രയോജനം കിട്ടുമെന്നുള്ളതിൽ ആർക്കും സംശയം വേണ്ട. അങ്ങനെ കിട്ടിയതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ റഷീദ നാസർ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വാക്കുകളും ദുആക്കളും അവ മുറുകെ പിടിച്ച് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളും ഉഖ്റവിയായ കാര്യങ്ങളും നേടിയെടുക്കുവാൻ, വിജയങ്ങളും നേടിയെടുക്കുവാൻ. അടുത്ത കത്ത് കുറുവ എന്ന സ്ഥലത്തു നിന്നും നഫീസ മജീദാണ് എഴുതിയിരിക്കുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് മാത്രം 3 തവണ ഓതുന്നതെന്താണ്? നമസ്കാരത്തിലും ഇത് 3 തവണ ഓതേണ്ടതുണ്ടോ? സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതുന്നത് പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതുന്നതിൻ്റെ പ്രതിഫലമാണ് എന്ന് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസ് മാത്രം 3 പ്രാവശ്യം ആവർത്തിച്ച് ഓതുക. മറ്റു സൂറത്തുകളെല്ലാം നമ്മൾ 1 തവണ മാത്രമേ ഓതാറുള്ളൂ.